السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 158 വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഇഫ് സംതിങ് ഈസ് ഡൺ ഫോർ ദ സോൾ പ്ലഷർ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാത്രം പ്രീതി കാക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇൻ ഒബീസിയൻസ് ടു ദ കമാൻഡ്സ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ എന്തെങ്കിലും അള്ളാഹുത്താല പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അവരെന്തെങ്കിലും ചെയ്യുമെങ്കിൽ, ദെൻ അള്ളാഹ് ഷാൽ നെവർ റെൻഡർ വെയിൻ ദീസ് സാക്രിഫൈസസ്. ഈ ത്യാഗങ്ങളെ അള്ളാഹുത്താല നിഷ്ഫലമാക്കുകയില്ല. അതെത്ര നിസ്സാരമോ ആകട്ടെ, നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അപ്പോൾ അതെത്ര നിസ്സാരമായതാണെങ്കിലും ഒരു അണുകിട മാത്രമേ നമുക്കൊരു കാര്യത്തെ പറ്റി സാധിക്കുമെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ പോലും അള്ളാഹു തആല അത്തരം ത്യാഗങ്ങളെ നിഷ്ഫലങ്ങളാക്കി തീർക്കുകയില്ല. നെവർ റെൻഡർ വെയിൻ ദീസ് സാക്രിഫൈസസ്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് രാവും പകലും കൂടിച്ചേരുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഒരല്പമെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെങ്കിൽ അത് അള്ളാഹു തആല വെറുതെ ആക്കുകയില്ല. അത് അവനെ അനുസരിക്കുന്നതിലൂടെയും അവൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണെന്നുള്ള നിയത്ത് നമ്മുടെ ഉള്ളിൽ അതുണ്ടായിരിക്കണം. ഷുവർലി ദോസ് തേഴ്സ്റ്റി ഫോർ ദ ലവ് ഓഫ് അള്ളാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. ദോസ് തേഴ്സ്റ്റി ഫോർ ദ ലവ് ഓഫ് അള്ളാഹ് ആൻഡ് ഡിസൈറസ് ടു ഒബ്റ്റെയിൻ ഹിസ് ഫർഗീവ്നെസ് ആൻഡ് മെർസി. അതുപോലെ അവർ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുവിൽ നിന്നുള്ള മാപ്പും പാപപ്പൊറുതിയും അതുപോലെ കാരുണ്യവും. അതവർ അത്യധികമായി ആഗ്രഹിക്കുന്നവരാണ്. They are to follow to the letter the instructions of Allah and His Prophet. അവർ അക്ഷരത്തിന് അക്ഷരം പ്രതി അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുഗമിക്കേണ്ടതാണ്. അവർ നൽകിയ ഉപദേശ നിർദ്ദേശങ്ങളെ പിന്തുടരേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിയായ ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ് വഴി. അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടുവാൻ, അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുവാൻ, സർവോപരി മോക്ഷപ്രാപ്തിയിലെത്തുവാൻ അള്ളാഹു തആലയും അവൻ്റെ പ്രവാചകനും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ അക്ഷരമായിട്ട് പിന്തുടരുക തന്നെ വേണം. The guidance and revelations brought to them
മാർഗനിർദ്ദേശവും വെളിപാടുകളും അവർക്കായി കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ഫ്രം എബോവ് ആർ ടു ബി ഫോർ ദം, അവ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നത് ഫോർ ദം ബ്ലെസ്സിങ്സ്, അവർക്ക് അനുഗ്രഹമായിട്ടാണ്. വിച്ച് ഫീഡ് നോട്ട് ഓൺലി ദെയർ കോൺഷ്യൻസ്, അത് ആ ഉപദേശങ്ങൾ അവരുടെ അന്ധകരണങ്ങളിലേക്ക്, അവരുടെ മനസാക്ഷിയിലേക്ക്, അവരുടെ മനസ്സിലേക്ക് അല്ലാഹു തആല ഇട്ടു കൊടുത്തിരിക്കുകയാണ്. ബട്ട് ഗിവ് ദം ഇനഫ് പവർ ആൻഡ് റെസൊല്യൂഷൻ. അങ്ങനെ ഈ വചനങ്ങൾ നമുക്ക് വേണ്ടുവോളം ശക്തി പ്രദാനം ചെയ്യുന്നതാണ്. ഗിവ് ദം ഇനഫ് പവർ ആൻഡ് റെസൊല്യൂഷൻ. അതുപോലെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും നമുക്ക് ഈ മാർഗദർശനങ്ങളിൽ കിടക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ, അത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ഇതിനൊക്കെയുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു വച്ചിരിക്കുകയാണ്. ടു ഫേസ് ദ എനിമി, ശത്രുവിനെ എങ്ങനെയാണ് നേരിടേണ്ടത് അതുപോലും അതിൽ പറയപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഈവൻ ഇഫ് ദേ വെർ ടു ഡൈ, ഇനി ഈ വഴിയിലൂടെ, ഈ ത്യാഗവഴിയിലൂടെ സഞ്ചരിച്ച് അവരങ്ങ് മരണപ്പെടുകയാണെങ്കിൽ പോലും ദേ ഡൈ ഇൻ എ കണ്ടന്റഡ് സ്റ്റേറ്റ്, അവർ സംതൃപ്തമായ ഒരവസ്ഥയിലേക്കാണ് ഇഹലോകം വിട്ടവർ പോകുന്നത്. സാറ്റിസ്ഫൈഡ്, തൃപ്തി അടഞ്ഞുകൊണ്ട്. ഫോർ ഹാവിങ് ലേഡ് ദെയർ ലൈവ്സ് ഫോർ ദയർ ക്രിയേറ്റർ, അവരുടെ സൃഷ്ടാവിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചു എന്ന സംതൃപ്തിയോടുകൂടി അവർക്ക് മടങ്ങിപ്പോകാം. ആൻഡ് മെൻറ്റർ, അവനാണ്, ആ അല്ലാഹുവാണ്, ആ ക്രിയേറ്ററാണ്, ആ സൃഷ്ടാവാണ് മെൻറ്ററായിട്ടുള്ളത്, മാർഗദർശിയായിട്ടുള്ളത്. ആൻഡ് അല്ലാഹ് ആൾസോ സാറ്റിസ്ഫൈഡ് വിത്ത് ദം കംപ്ലീറ്റ്ലി, പരിപൂർണമായും അവരെ സംബന്ധിച്ച് അല്ലാഹു സംതൃപ്തിപ്പെടുന്നതാണ്. അപ്പോൾ അല്ലാഹു തആല നൽകിയിരിക്കുന്ന കൽപ്പനകൾ അഖിലവും നമ്മൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത് അവൻ്റെ പ്രീതി കിട്ടാനാണ്, അവൻ്റെ സ്നേഹം കിട്ടാനാണ്, അവനിൽ നിന്നുള്ള മാപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ ഉണർവിലും ഉണർച്ചയിലും എപ്പോഴും നമ്മെ ഭരിക്കേണ്ടതാണ്. നാം നോക്കിക്കാണുന്ന ഈ പ്രതിവിശാലമായ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും വ്യത്യസ്തമായ നിലയിലും വ്യത്യസ്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ സൃഷ്ടാവിൻ്റെ മഹത്വത്തെ നാം എല്ലാ നിലയിലും നോക്കിക്കാണുവാൻ ഉള്ള കോൺഷ്യൻസ് അല്ലാഹു തആല തന്നിരിക്കുക. ആ മനസ്സ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഇത് ആ നിലയിൽ നമ്മൾ ഈ ലോക ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നന്മയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നത്. എപ്പോഴെങ്കിലും അല്ലാഹുവിൻ്റെ പ്രീതി വിട്ട്, അവൻ്റെ കൽപ്പന വിട്ട്, ഇഹലോകത്തിലുള്ള ആളുകളുടെ തൃപ്തിക്കും അവരുടെ സന്തോഷത്തിനുമായി ഈ അധ്യാപനങ്ങളെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്ക് ഇഹലോകം അവർക്കൊരു സുന്ദര ഇടമാക്കി കാണിച്ചു കൊടുക്കും. നമ്മളൊക്കെ മഹാസമുദ്രത്തിൻ്റെ മുന്നിലെ തീരത്ത് വന്നിണയുന്ന വെറും തിരകളെ പോലെയാണ്. ആ തിര അപ്രത്യക്ഷമാകും നിമിഷ നേരം കൊണ്ട്. ഇതുപോലെ കാലങ്ങളും യുഗങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ആ അതിമഹത്തായ പാഠം ഇവിടെ വന്നവർ ആ നിലയിൽ ഒരു തിര പോലെ തിരിച്ചു പോയിട്ടുണ്ട് ആ മഹാസാഗരത്തിലേക്ക്. അവിടെ പരിപൂർണമായ നിലയിൽ സായുജ്യം അടയുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടത്താളം മാത്രമാണ് ഈ ഭൂമിയും ഭൂമിയിലെ ജീവിതവും. ഇവിടം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക, അനന്തമായ ഈ ജീവിത യാത്ര സൗഭാഗ്യകരമായി തീരുന്നതിന് വേണ്ടി ഇഹലോകത്ത് അവൻ തുറന്നു വെച്ച വെറും വിശ്രമ കേന്ദ്രമാണ് ഇത്. ഇവിടെ പരിശ്രമിക്കുക, അവനെ വാഴ്ത്തുക, അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക, അവൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക.
ഇങ്ങനെ നമുക്ക് നൽകുന്ന സന്ദേശത്തിനോടൊപ്പം പറയുന്ന ഒരു കാര്യം, ആസ് ഫോർ ഹിപ്പോക്രൈറ്റ്സ്, കപടന്മാരായ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു. ആരാണ്? നമ്മൾ ഓരോരുത്തരും ആ പട്ടികയിലേക്ക് ഏത് സമയത്തും കടന്നു പോകാം. നിതാന്ത ജാഗ്രത ഉണ്ടായിരിക്കണം. ആസ് ഫോർ ഹിപ്പോക്രൈറ്റ്സ്, ദേ ആർ മെറ്റീരിയൽ പീപ്പിൾ. അവരെ നമുക്ക് കണ്ടാൽ ഉടനെ മനസ്സിലാവും. അവർ ഭൗതികമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. അവർക്ക് എന്ത് പറഞ്ഞാലും ഭൗതികമായ എന്തെങ്കിലും ഒരു കാര്യ നേട്ടത്തെക്കുറിച്ചായിരിക്കും അവർ പറയുന്നത്. എന്നാൽ ഈ ഭൗതിക നേട്ടത്തിലൂടെ ആത്മീയ സായുജ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഭൗതികമായ എല്ലാത്തിനെയും ആത്മീയവുമായി, സ്പിരിച്വാലിറ്റിയുമായി കണക്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകളെയും കാണാം. അങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് കുറേ പീഡനങ്ങളും കുറേ അവഹേളനങ്ങളും കുറേ മോശപ്പെടുത്തലുകളും ഉണ്ടാവും. കാരണം അപ്പുറത്ത് നിൽക്കുന്നവർ ഈ ഹിപ്പോക്രൈറ്റ്സ് ആണ്. ദേ ആർ മെറ്റീരിയൽ പീപ്പിൾ. അവർ ഭൗതിക ലോകത്ത് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളാണ്. അറ്റാച്ച്ഡ് ടു ദ ടെമ്പറാലിറ്റീസ് ഓഫ് ദിസ് ഷോർട്ട് ലൈഫ്. ഈ താൽക്കാലിക ജീവിതത്തിലെ താൽക്കാലിക സുഖസൗകര്യങ്ങളെ തേടിയുള്ള യാത്ര നടത്തുന്നവരാണ്. ഈ താൽക്കാലിക ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾ തേടിപ്പോകുന്നവരാണ്. ദേ ഹാങ്കർ ആഫ്റ്റർ ഇറ്റ്സ് റിച്ചസ്. ദേ ഹാങ്കർ, അവർ അതിയായി ആശിക്കുന്നവരാണ്. ഭയങ്കരമായ ആശയാണ്, ആഗ്രഹമാണ് അവർ. ദേ ഹാങ്കർ ആഫ്റ്റർ ഇറ്റ്സ് റിച്ചസ്. ഈ ഇഹലോകത്തിലുള്ള ധനസമൃദ്ധി നേടുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹത്തിലും വെപ്രാളത്തിലും അവർ ഓടുകയാണ്. ലക്ഷറീസ്, ഇവിടുത്തെ സുഖഭോഗങ്ങൾ, സുഖസൗകര്യ വസ്തുക്കൾ, ആൻഡ് കംഫർട്ട്, അവർക്ക് സൗഖ്യം കിട്ടണം. അതിനു വേണ്ടിയുള്ള ആളുകളാണ് ഈ കപട വിശ്വാസികൾ. Thus their advice to the believers, ഈ ആളുകൾ എന്ത് ചെയ്യും? ഈ വിശ്വാസികൾക്ക് ഉപദേശം കൊടുക്കുന്നവരാണ്. Their advice to the believers, വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഈസ് ഹോളോ ആൻഡ് എംപ്റ്റി. അവർ വെറും ശൂന്യമായ ഉപദേശങ്ങളാണ് ഈ വിശ്വാസികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അവർ നൽകുന്ന ഒരു ഉപദേശത്തിലും ഒരു കഴമ്പും ഉണ്ടായിരിക്കില്ല. ഫോർ ദേ ഡു നോട്ട് നോ ദ ട്രൂ വാല്യൂ ഓഫ് സെർവിറ്റ്യൂഡ് ടു അല്ലാഹ്, ടു ഗോഡ്. അള്ളാഹുവിന് ദാസ്യവൃത്തി ചെയ്യുന്നതിലൂടെയുള്ള വാല്യൂ, അതിൻ്റെ മൂല്യം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നവരല്ല. അള്ളാഹ് പറഞ്ഞത് എന്താണോ അതുപോലെ നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിൻ്റെ മൂല്യം, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇഹപരലോക വിജയം എന്താണ് എന്ന് മനസ്സിലാക്കാത്ത വെറും ഭൗതിക കണ്ണുകളുള്ള ആളുകളാണ്. ഫോർ ഇറ്റ് ഈസ് ഇൻ സെർവിറ്റ്യൂഡ് ടു അല്ലാഹ്, അല്ലാഹു തആലയോടുള്ള ഈ അടിമത്വം, ദാറ്റ് പീപ്പിൾ ക്യാൻ റീച്ച് ഹിം. അവൻ അടിമയാകുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അവൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പീപ്പിൾ ക്യാൻ റീച്ച് ഹിം, അവർക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ആൻഡ് ഒബ്റ്റെയിൻ ഹിസ് മേഴ്സി, അവൻ്റെ കാരുണ്യം അവർക്ക് നേടുവാനും സാധിക്കും. ദ മേഴ്സി ഓഫ് അല്ലാഹ് ഈസ്, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ഈസ് ഓഫ് എ സ്പെഷ്യൽ എസൻസ്, അതൊരു പ്രത്യേകമായ സത്തയാണ്. ഫോർ ഇൻ ദ മേഴ്സി ഓഫ് അല്ലാഹ്, അള്ളാഹു തആലയുടെ കാരുണ്യത്തിൽ ദർ ഇസ് ബോത്ത് ഹിസ് കമ്പാഷൻ ആൻഡ് ഫർഗീവ്നെസ്, അവൻ്റെ അനുകമ്പയും ഉണ്ടാകും, അവൻ്റെ മാപ്പും. നമ്മളെ എല്ലാ തെറ്റുകളെയും മായ്ച്ചു കളഞ്ഞ് നമ്മളെ തലോടി സന്തോഷിപ്പിച്ച് ഒന്നും സാരമില്ല എന്ന് പറഞ്ഞ് തന്നോട് ചേർത്ത് നിർത്തുന്ന ആ കമ്പാഷനും ഫർഗീവ്നെസ്സും ആണ് അള്ളാഹുവിനുള്ളത്. ആൻഡ് ദസ് ദോസ് ഹു ആർ ഷെൽട്ടേഡ് ഇൻ ദ മേഴ്സി ഓഫ് അല്ലാഹ്, അങ്ങനെ അള്ളാഹുവിൽ അഭയം തേടിയിട്ടുള്ളവർ, ദോസ് ഹു ആർ ഷെൽട്ടേഡ് ഇൻ ദ മേഴ്സി ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അഭയം തേടിയിട്ടുള്ളവർ, ആർ ബൗണ്ട് ടു ബി കൺസിഡേർഡ് ആസ് ട്രൂലി റിച്ച് ആൻഡ് ഫോർച്ചുനേറ്റ്. അവരെയാണ് യഥാർത്ഥമായ ധനവാന്മാരെന്നും യഥാർത്ഥമായ ഭാഗ്യവാന്മാരെന്നും വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാകണമോ, നിങ്ങൾക്ക് ഭാഗ്യവതികളാകണമോ, നിങ്ങൾക്ക് യഥാർത്ഥമായ സമ്പത്തിൻ്റെ ഉടമകളാകണമോ എങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക.
അവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനാണ് നമ്മളെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സമസ്തവും നൽകിക്കൊണ്ടിരിക്കുന്നത് അവനാണ്. അവനില്ലാതെ, അവൻ്റെ ഈ സാധനങ്ങളില്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് കാല് ചവിട്ടുവാൻ പോലും ഒക്കില്ല. നമുക്ക് ആകാശത്ത് നിന്നും ഈ വായു നമുക്ക് ലഭിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിൽ അവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ലെങ്കിൽ നമുക്കൊരു നിമിഷം പോലും ഇവിടെ ജീവിക്കുവാനും സാധ്യമല്ല. അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തെ, ആ പരമ്പൊരുളിനെ നമ്മൾ തിരിച്ചറിയുമെങ്കിൽ അവന് വേണ്ടിയായിരിക്കും നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ഇതറിഞ്ഞവർ പറയുന്നത്, എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ഇഹലോകത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും, അങ്ങനെയുള്ള ഒരു ജീവിതത്തിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇഹപരലോക വിജയം കരസ്ഥമാക്കുവാനും നമ്മെ ഓരോരുത്തരെയും അള്ളാഹു പ്രാപ്തമാക്കട്ടെ. ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.